മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ഹിന്ദി. മക്കളെ, ബാബു സാറാണേ. മക്കളെ, നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ഒന്നാമത്തെ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ പാഠമാണ് ഖിഡ്കി എന്ന് പറയുന്നത്. ഇതൊരു ലഘുകഥയാണ്. ലഘുകഥ എന്ന് പറഞ്ഞാൽ ചെറുകഥയാണ്. അഞ്ജു ഗർബന്ത ആണ് ഈ പാഠം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഖിഡ്കി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വിൻഡോ എന്നാണ്. ഖിഡ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡോ എന്നാണ്, ജനൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഈ പാഠങ്ങളൊക്കെ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഗംഭീരമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ 12,000-ലധികം കുട്ടികൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തതിൻ്റെ സക്സസ് സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വർഷം ഗംഭീരമായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് സെറ്റാക്കാൻ വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. വിഷു ഓഫർ ഇപ്പോഴും ഉണ്ട്. 10% ഓഫറോടുകൂടി നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മൾ ഖിഡ്കി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിൻഡോ എന്നാണ് അതിൻ്റെ അർത്ഥം. ലഘുകഥയാണ്, ചെറുകഥയാണ്, വളരെ ചെറിയ കഥയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കഥയുടെ പൊരുളെന്ത്, ഈ കഥ എന്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നു, എന്തിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ എന്ത് ഓർമ്മിപ്പിക്കാനാണ് ഈ കഥ. കഥയുടെ പൊരുളെന്ത്, കഥയുടെ പൊരുളെന്ത്. പൊരുള് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം എന്ത്, പ്രധാനപ്പെട്ട കാര്യം എന്ത്, പ്രധാനമായിട്ട് ലേഖകൻ കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നതാണ് ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ കഥയിൽ, ഖിഡ്കി എന്ന് പറഞ്ഞ ലഘുകഥയിൽ, അഞ്ജു ഗർബന്ത എഴുതിയിരിക്കുന്ന കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട് എന്ന് നോക്കണം. ഹിന്ദിയിൽ നമ്മൾ കഥാപാത്ര എന്ന് പറയില്ല, ഹിന്ദിയിൽ നമ്മൾ പാത്ര എന്ന, ലഘുകഥാമേ കിത്തനെ പാത്ര ഹേ എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ എത്ര കഥാപാത്രങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ അത് ഏതൊക്കെയാണ്? പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ, ദോ ബച്ചെ 2 കുട്ടികളുമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, കഥാപാത്രങ്ങളുടെ പേര് പറയുന്നില്ല. ഭർത്താവ്, ഭാര്യ, 2 കുട്ടികൾ. അവർ കൂടാതെ കജിരാരി ആങ്കോം വാലി യുവതി, അതായത് ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, യുവതി ഉണ്ട്. അപ്പോൾ ഭർത്താവും ഭാര്യയും 2 കുട്ടികളും 4 പേരായി, പിന്നെ യുവതിയും, അങ്ങനെ 5 പേരാണ് മൊത്തത്തിൽ ഈ കഥയിലുള്ളത്. ഓക്കെ, ഈ യുവതിയുടെ പിറകിലായി കുറേ വിശേഷണ വാക്ക് വെച്ചിട്ടുണ്ട്. കജിരാരി ആങ്കോം വാലി. ആങ്കോം വാലി എന്ന് പറഞ്ഞാൽ കണ്ണുകളോട് കൂടിയ, എല്ലാവർക്കും കണ്ണുണ്ടാവുമല്ലോ. പിന്നെന്താണ്? കജിരാരി ആങ്കോം വാലി. കജിരാരി ആങ്കോം വാലി എന്ന് പറഞ്ഞാൽ കാജൽ എന്ന് പറഞ്ഞാൽ കൺമഷി എന്നാണ്. എന്നാൽ കജിരാരി എന്ന് പറഞ്ഞാൽ കൺമഷി പുരട്ടിയതാ. കൺമഷി പുരട്ടുക എന്ന് പറഞ്ഞാൽ കണ്ണിൽ മൊത്തമായിട്ട് തേക്കുക, അതാണ് കജിരാരി ആങ്കോം വാലി. അപ്പോൾ ഇവിടെ നോക്കൂ, പതി, പത്നി, ദോ ബച്ചെ, 2 കുട്ടികളുണ്ട്. അവരുടെ കഥാപാത്രങ്ങൾ, അഞ്ജു ഗർബന്തയുടെ ഖിഡ്കി എന്ന് പറഞ്ഞ കഥയിലെ പ്രത്യേകത കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്രങ്ങളുടെ പേര് പറയുന്നില്ല. അവരുടെ കുടുംബത്തിൽ ഓരോ സ്ഥാനപ്പേരാണ് പതി, പത്നി, ദോ ബച്ചെ, കജിരാരി ആങ്കോം വാലി യുവതി. കൂടാതെ കൺമഷി പുരട്ടിയ കണ്ണുകളോട് കൂടി ഒരു യുവതിയും വരുന്നുണ്ട്. ആ കൺമഷി പുരട്ടിയ കണ്ണുകളോട് യുവതിയാണ് വരുന്നത്. ഇതെവിടെയാണ് സംഭവം? ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. ഡൽഹിയിൽ നിന്നും പഞ്ചാബിലെ ഹോഷിയാർപൂരിലേക്ക് ഒരു ക്ഷണമുണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഭർത്താവും ഭാര്യയും 2 കുട്ടികളും ട്രെയിനിൽ യാത്ര പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് 8 മണിക്കൂർ യാത്ര ഉണ്ട്. ആ യാത്രക്കിടയിലേക്ക് അവരുടെ ഇടയിലേക്ക് ഒരു ഷാൾ വിൽപ്പനക്കാരിയായ ഒരു യുവതി വരികയാണ്. ഈ യുവതിയാണ് കജിരാരി ആങ്കോം വാലി യുവതി. കജിരാരി ആങ്കോം വാലി യുവതി എന്ന് പറഞ്ഞാൽ സാധാരണ കൺമഷി പുരട്ടുമ്പോൾ പീലിയുടെ ഭാഗത്ത് മാത്രം പുരട്ടാറുണ്ട്. എന്നാൽ കൺപോളകൾ മൊത്തം വാരി തേക്കാറുണ്ട് ഉത്തർപ്രദേശിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട്. അങ്ങനെ എത്തുമ്പോഴാണ് കജിരാരി ആങ്കോം വാലി. നമ്മൾ ഏറ്റവും നിങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട കുംഭമേളയിലെ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി കേരളത്തിലൊക്കെ വന്ന് വിവാഹം കഴിച്ചൊക്കെ, ഈ പെൺകുട്ടിയുടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ കണ്ണിൽ മൊത്തത്തിൽ കൺപോളകളിൽ മൊത്തം നിറയെ കൺമഷി വാരി തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴുള്ള കണ്ണുകൾക്കാണ് നമ്മൾ കജിരാരി ആങ്കോം എന്ന് പറയുന്നത്. അങ്ങനെ കജിരാരി ആങ്കോം വലിയ യുവതി ഷോൾ വിൽപ്പനയ്ക്ക് വരുന്നു. അങ്ങനെ ആ ഷോൾ വിൽപ്പന നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ കഥയിൽ പറയുന്നത്. പക്ഷേ ഷോൾ വിൽപ്പന നടക്കുന്ന സമയത്തുള്ള ആ കഥ ഇങ്ങനെ പറയുക എന്നതിനപ്പുറത്ത് കഥ മറ്റൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കഥയുടെ പൊരുൾ. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഖിഡ്കി കഥയുടെ പൊരുൾ എന്ത്? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഷോൾ വിൽപ്പന നടത്തുന്നു, അവർ വാങ്ങുന്നു, പോകുന്നു എന്നുള്ളതല്ല കഥ. അത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ നോക്കൂ, ഡൽഹിയിൽ നിന്നും കുടുംബത്തോടൊപ്പം പഞ്ചാബിലെ ഹോഷിയാർപൂരിലേക്ക് ട്രെയിനിൽ നീണ്ട 8 മണിക്കൂർ യാത്രക്കിടെ ഉണ്ടായ അനുഭവം തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക്
കഥയിലെ പുരുഷ കഥാപാത്രത്തെ കൊണ്ടുപോകുന്നതാണ് കിഡ്കി എന്ന ചെറുകഥയിലൂടെ അഞ്ജു ഗർബന്ത അവതരിപ്പിക്കുന്നത്. ട്രെയിനിൽ ഭർത്താവ് ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ യാത്ര ചെയ്യുമ്പോൾ 8 മണിക്കൂർ ഡൽഹിയിൽ നിന്നും പഞ്ചാബിലെ ഹോഷിയാർപൂരിലേക്ക് യാത്രക്കിടയിൽ ഒരു സ്ത്രീ ഷോൾ വിൽപ്പനയ്ക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളെ കണ്ടിട്ട് തൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ചിന്ത പോകുന്നതിനെയാണ് ഇവിടെ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ആ കുട്ടിക്കാലത്തെ ചിന്ത മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഓക്കെ, ഈ കഥയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാല ചിന്ത മറ്റൊരു കഥയിലേക്ക് കൊണ്ടുപോകും. അതാണ് കഥയുടെ പൊരുൾ. ഓക്കെ, ആ ചിന്ത അവിടെ പോകുന്നതോടുകൂടി നമ്മുടെ കഥ അവസാനിക്കും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് സാരാംശം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. ഒരാൾ തൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ഒപ്പം ഡൽഹിയിൽ നിന്നും ഹോഷിയാർപൂരിലേക്ക് ട്രെയിനിൽ യാത്ര പോവുകയാണ്. ഓക്കെ, യാത്രയുടെ ഇടയ്ക്ക് ഷാൾ വിൽക്കുന്ന ഒരു യുവതി ഭാര്യയുടെ അടുത്ത് വന്ന് ഷാൾ കാണിക്കുന്നു. ഓക്കെ, ഷാളിൻ്റെ വില 250 രൂപയാണെന്ന് യുവതി പറയുന്നു. 250 രൂപ. ഭാര്യ വിലപേശി കുറേ നേരം വിലപേശിയിട്ട് ഒരു ഷാൾ 150 രൂപയ്ക്ക് വാങ്ങാമെന്ന് സമ്മതിക്കുന്നു. ഒരു ഷാൾ 150 രൂപയ്ക്ക്. അങ്ങനെ എത്ര എടുക്കും? ആ 5 ഷാൾ വാങ്ങിയ ശേഷം 5 ഷാളും അവർ വാങ്ങിവെച്ചതിന് ശേഷം ആ സ്ത്രീ അങ്ങോട്ട് പോയി. അപ്പോൾ ഭാര്യയും ആ യുവതിയും തമ്മിൽ വിലപേശൽ നടക്കുന്നത് മുഴുവൻ ഭർത്താവ് ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. വല്ലാതെ വില കുറച്ച സമയത്ത് ഭാര്യയുടെ ആ വിലപേശലിൻ്റെ ആ ശക്തി, ആ വിലപേശൽ വല്ലാതെ വർദ്ധിച്ചപ്പോൾ 150 നിന്ന് 100 ആ രൂപത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വന്ന സമയത്ത് ആ യുവതി, ഷാൾ വിൽപ്പനയ്ക്ക് വന്ന യുവതിയുടെ കണ്ണിൽ വല്ലാത്ത സങ്കടവും കണ്ണീരും വന്ന് കണ്ണ് നനയുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് വല്ലാതെ വേദനിപ്പിച്ചു. ഓക്കെ, ആ വിൽപ്പന നടക്കുന്ന സമയത്ത് ഭാര്യ ഷാൾ വാങ്ങി വെച്ച് ആ യുവതി അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഭാര്യ പറയാണ്, കുറച്ചും കൂടി വില പേശിയാൽ കുറച്ചും കൂടി നമുക്ക് വില കുറച്ച് കിട്ടുമായിരുന്നു എന്ന് പറയാണ്. ആ സമയത്ത് അദ്ദേഹം ഭർത്താവ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ചിന്ത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുട്ടിക്കാലങ്ങളിലേക്ക് പോവുകയാണ്. കാരണം എന്താണെന്ന് പറയോ? എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ. കാരണം ഇങ്ങനെയാണ്. ഇത് കേട്ട ഭർത്താവ് ജനലിന്റെ സമീപത്തിരുന്ന് തൻ്റെ ഭൂതകാലത്തിലെ ഓർമ്മകളിൽ മുഴുകി. ഭാര്യയുടെ വിലപേശൽ കേട്ടപ്പോൾ ഷാൾ വിൽക്കുന്ന യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവ്, ആ സങ്കടം, കണ്ണീര് നിറഞ്ഞ അതേ നനവ്, അതായത് ഇനിയിപ്പോൾ വിൽപ്പന നടക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വല്ലാതെ ബാർഗൈൻ ചെയ്തിട്ട് എന്താണ് എൻ്റെ സമയം ഇങ്ങനെ നശിപ്പിക്കുന്നത്, അവർക്ക് വേണം തോന്നുന്നില്ല, വല്ലാതെ വിലപേശയാണ് ചെയ്യുന്നത്, ഇവർ വാങ്ങാനുള്ള മൈൻഡിലൊന്നും അല്ല എന്ന് വിചാരിച്ചപ്പോൾ ആ യുവതിയുടെ കണ്ണുകളിൽ വല്ലാതെ സങ്കടം വന്നുപോയി. അപ്പോൾ അതേ നനവ്, ആ ഒരു നനവ് ഭർത്താവ് ഇവിടെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭർത്താവ് തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു സങ്കടം അദ്ദേഹം കുട്ടിക്കാലത്ത് തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും മിക്ക ദിവസങ്ങളിലും കാണാറുണ്ടായിരുന്നു. കാരണം അതാണ് കഥയുടെ പൊരുളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. മറ്റൊരു കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അവിടെ അവസാനിക്കുകയാണ് പാഠം. അയാളുടെ അച്ഛനും, അതായത് ഇപ്പോൾ തുണി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭർത്താവ് അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ പിതാവിനെ ഓർത്തു പോവുകയാണ്. അപ്പോൾ ആ പിതാവ് എത്ര കഷ്ടപ്പെട്ടാണ് തങ്ങളെയൊക്കെ പോറ്റിയതെന്നും ഇതുപോലെ ഈ സ്ത്രീ അവരുടെ കുടുംബം പോറ്റാൻ എത്രയൊക്കെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ആട്ടും തുപ്പും ഒക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളതും ആലോചിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ പിതാവിനെ ഓർത്തു പോകുന്നതാണ്. അങ്ങനെ ഓർത്തു പോകുന്നതോടുകൂടി ഈ കഥ അവസാനിക്കുന്നു. അതാണ് അങ്ങനെ ഈ കഥയിൽ നിന്ന് മറ്റൊരു കഥയിലേക്ക് തൻ്റെ ഭർത്താവ് ചിന്തിച്ചിട്ട് അവസാനിക്കുന്നതാണ് അല്ലെ കഥയിലെ പ്രധാനപ്പെട്ട നായകൻ തൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ചിന്ത കൊണ്ടുവെക്കുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് തൻ്റെ കുട്ടിക്കാലങ്ങൾ മനസ്സിൽ ചിന്തിച്ചങ്ങനെ പിന്നീടുള്ള യാത്ര മുഴുവൻ പോകുന്നത് അതൊരു വേറെ കഥയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു ചിന്തയിലേക്ക് എത്തിക്കുകയാണ് ഈ സംഭവങ്ങൾ. അതോടുകൂടി നമ്മുടെ ആ കഥ അവിടെ അവസാനിക്കുകയാണ്. ആ പാഠഭാഗങ്ങളിൽ ഏറ്റവും നിർണായകമായ വലിയ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിനൊക്കെ നിങ്ങൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്തൊക്കെയാണ്, ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൽ സമ്മറിയാണ് ഞാൻ പറഞ്ഞത്. പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ നമ്മൾ ഏതൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേണ്ടത്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എത്ര ഉണ്ട്, എത്ര ഡയറികൾ വരുന്നുണ്ട്, എത്ര ലെറ്ററുകൾ വരുന്നുണ്ട്, എത്ര കോൺവെൻസേഷൻസ് വരുന്നുണ്ട്, എത്ര ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ നോട്ട്സുകളൊക്കെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത് ഗംഭീരമായിട്ട് പ്രഗത്ഭര അധ്യാപകരുടെ കൃത്യമായ സിസ്റ്റമാറ്റിക്കായ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. 995400
800 എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി സമയം വൈകാൻ പാടില്ല. മെയ് മാസമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ വർഷം ഫുൾ മാർക്ക് എല്ലാ വിഷയത്തിലും സ്വന്തമാക്കേണ്ടതാണ്. ഓക്കെ, ബൈ.